സിനിമയിൽ 3 ആക്ട് സ്ട്രക്ചർ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ കാണുന്ന 99% സിനിമകളിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. വെൽക്കം ടു സെല്ലുലോയിഡ് സ്റ്റഡീസ്. മൈ നെയിം ഇസ് ആനന്ദ് ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ 3 ആക്ട് സ്ട്രക്ചർ. ഒരു കഥയെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് സ്ട്രക്ചർ ചെയ്യുന്നതിനെയാണ് 3 ആക്ട് സ്ട്രക്ചർ എന്ന് പറയുക. Essentially, ഒരു beginning, middle and end, or first act, second act and third act. Now let's take the example of Manjumal Boys. The first act, also known as the setup, establishes the world the story is in. Manjumal's characters, Manjumal ആളുകൾ, അവർ തമ്മിലുള്ള പേഴ്സണൽ ഡൈനാമിക്സ്, പേഴ്സണൽ റിലേഷൻഷിപ്സ്, ഇതൊക്കെ അവിടെ എക്സ്പ്ലോർ ചെയ്യും. ഇതൊന്നും കൂടാതെ പ്രധാനമായിട്ട് ഒരു എലമെന്റ് കൂടി ഉണ്ടാവും, ദ ഇൻസൈറ്റിംഗ് ഇൻസിഡന്റ്. കഥയുടെ ഗതി മാറ്റിമറിക്കുന്ന ഒരു ഡിസിഷൻ. ഇവിടെ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നതാണ് ആ ഇൻസൈറ്റിംഗ് ഇൻസിഡന്റ്. നൗ കമ്മിങ് ടു ദ സെക്കൻഡ് ആക്ട്. ഇവിടെ ടെൻഷൻ ബിൽഡ് ആയിക്കൊണ്ടേയിരിക്കും. തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, സെറ്റ് ബാക്കുകൾ ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇവിടെയാണ് നമ്മുടെ ക്യാരക്ടറിന് സംഭവിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും മോശമായ സംഭവങ്ങൾ ഉണ്ടാകുക. ഈ കേസിൽ സുഭാഷ് കുഴിയിലേക്ക് വീഴുന്നു. ഇനി തേർഡ് ആക്ടിന്റെ പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ജയമാവാം, തോൽവിയാവാം, എന്തെങ്കിലും ഒരു സോളിഡ് റിസൊല്യൂഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവിടെയും തടസ്സങ്ങളും സെറ്റ് ബാക്കുകളും ഒക്കെ കാണും. സുഭാഷിനെ രക്ഷിക്കാൻ പോലീസ് തയ്യാറാവാത്തത്, സുഭാഷിനെ രക്ഷിക്കാൻ നോക്കുമ്പോൾ കയറൂരുങ്ങുന്നത്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അവസാനം സുഭാഷിനെ രക്ഷിച്ച് പുറത്തോട്ട് കൊണ്ടുവരുന്നതോടുകൂടി നമ്മുടെ തേർഡ് ആക്ട് ഓൾമോസ്റ്റ് കഴിയുകയാണ്. ഈ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ആക്ടുകൾ ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ടും ഇതിലും കൂടുതൽ പോയിന്റ് ആയിട്ട് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ പല ടെംപ്ലേറ്റുകളും ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ കഥയെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല 3 ആക്ട് സ്ട്രക്ചർ ഏത് സിനിമയുടെയാണ്? Tell us in the comments below, and as always, follow Celluloid Rankings for more.